ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രജാഗര പർവം. ഈ പ്രജാഗര പർവം അത് നടക്കുന്ന എന്താണ്? യുദ്ധത്തെക്കുറിച്ച് ഓർത്ത് തൻ്റെ ആളുകൾക്ക് നാശമുണ്ടാകുമോ എന്ന ചിന്ത കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട ധൃതരാഷ്ട്ര മഹാരാജാവിന് അനുജനും പണ്ഡിതനുമായ വിതുരർ നൽകുന്ന ഉപദേശമാണ്. 8 അധ്യായങ്ങളിലായിട്ടുള്ള ഈ ഉപദേശം വിതുരോപദേശം അല്ലെങ്കിൽ വിതുരനീതി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഒരു ശാസ്ത്ര ഭാഗമായിട്ട് തന്നെ നമ്മുടെ പ്രാചീന സർവകലാശാലകളിൽ പഠിപ്പിച്ചിരുന്നു. രാജാക്കന്മാരും മന്ത്രിമാരും ആകുന്ന ആളുകൾ, യുവാക്കൾ ഈ കാര്യം പഠിച്ച ശേഷമാണ് അവർ ആ പദവി ഏറ്റെടുക്കുക. അപ്പം അങ്ങനെ ഉള്ള ഒരു അക്കാദമിക്കൽ പ്രാധാന്യമുള്ള ഒരു ശാസ്ത്രമാണ് ഇവിടെ ഈ പ്രജാഗര പർവ്വത്തിലൂടെ നമുക്ക് വ്യാസം നൽകുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് പണ്ഡിത ലക്ഷണം, മൂർഖലക്ഷണം മുതലായ കാര്യങ്ങൾ പറഞ്ഞു. തുടർന്ന് സംഖ്യകളെ കൊണ്ടുള്ള തത്വവിചിന്തനമാണ്. അപ്പോൾ 1, 2 തൊട്ട് 10 വരെയുള്ള സംഖ്യകൾ വെച്ചുകൊണ്ട് ആ ഓരോ സംഖ്യക്കും പല പല തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് സംഖ്യക്ക് അനുസരിച്ചുള്ള തത്വങ്ങളുടെ എണ്ണം, അതാണ് തത്വങ്ങളുടെ എണ്ണം പറയാൻ വേണ്ടിയിട്ടാണ്. അതൊരു പഠന രീതി എന്ന് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. ആദ്യം പറയുന്നത് 1 എന്ന സംഖ്യ വെച്ചുകൊണ്ടാണ്. ഏകയാദ്വേ വിനിശ്ചിത്യ ത്രീം ചതുർഭിർവശേ കുരു പഞ്ചജിത്വാ വിദിത്വാ ഷട്ട് സപ്തഹിത്വാ സുഖീ ഭവ. ഒരു കോഡ് ഭാഷയിൽ പറയുന്നത് പോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 കൊണ്ട് 2 എണ്ണം നിശ്ചയിച്ചിട്ട് 4 കൊണ്ട് 3 എണ്ണത്തെ ചെയ്തിട്ട് 5 എണ്ണത്തെ ജയിച്ചിട്ട് 6 എണ്ണത്തെ അറിഞ്ഞിട്ട് 7 എണ്ണത്തെ ഉപേക്ഷിച്ച് സുഖമായിരിക്കുക എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ബുദ്ധി ഉള്ളത് കൊണ്ട് ധൃതരാഷ്ട്രർക്ക് അത് മനസ്സിലായി. നമുക്ക് ബുദ്ധി കുറവായതുകൊണ്ട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വേണം നമുക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. 1 കൊണ്ട് 2 എണ്ണത്തെ നിശ്ചയിച്ചിട്ട് എന്ന് പറഞ്ഞത് ബുദ്ധി എന്ന 1 കൊണ്ട് കർത്തവ്യം അകർത്തവ്യം, ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതിനെയും അറിഞ്ഞിട്ട് നിശ്ചയിച്ചിട്ട് 4 കൊണ്ട് 3 വശീകരിച്ചിട്ട് കൂടെ നിർത്തിയിട്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ 4 എന്ന് പറഞ്ഞ സാമ ദാന ഭേദ ദണ്ഡങ്ങളാണ്. അതായത് ശത്രുക്കളോടും മിത്രങ്ങളോടും പെരുമാറേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് കൂടെ നിർത്തേണ്ടത്. സാമം ആദ്യം സ്നേഹത്തോടെ പറയുക, പിന്നെ ദാനം എന്തെങ്കിലും സമ്മാനം കൊടുത്ത് വശീകരിക്കുക, 3ാമത് ഭേദം അവരുടെ ഉള്ളിൽ ഭേദബുദ്ധി ഉണ്ടാക്കുക, അതായത് ഭിന്നിപ്പ് ഉണ്ടാക്കുക. അവരുടെ ഉള്ളിലോ ഒരു വ്യക്തിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലോ ഭിന്നിപ്പ് ഉണ്ടാക്കുക. 4ാമതായിട്ട് ദണ്ഡം, അവർക്കെതിരെ നടപടിയെടുക്കുക, ശിക്ഷ കൊടുക്കുക. ഇങ്ങനെ 4 തരത്തിലുള്ള ചതുരുപായങ്ങൾ. ആ ചതുരുപായങ്ങളെ കൊണ്ട് 3 പേരെ വശപ്പെടുത്താൻ തൻ്റെ വശത്താക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് ഈ 3 പേര്? ശത്രു, മിത്രം, ഉദാസീനൻ. ഈ 3 തരത്തിലുള്ള ആളുകളെ സ്വന്തം സ്വാധീനത്തിൽ കൊണ്ടുവരിക. പഞ്ചജിത്വ എന്ന് പറയുന്നത് 5 ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ട്, ആഗ്രഹങ്ങളെ ജയിച്ചിട്ട് എന്നർത്ഥം. വിദിത്വ ഷട്ട് 6 എണ്ണത്തിനെ അറിഞ്ഞിട്ട്. എന്താണ് 6 എണ്ണം? സന്ധി, വിഗ്രഹം. വിഗ്രഹം എന്ന് വെച്ചാൽ യുദ്ധം. സന്ധി, വിഗ്രഹം അഥവാ യുദ്ധം. യാനം അതായത് വാഹനം. ആസനം ഇരിക്കുന്ന ഇരിപ്പിടം. ദ്വൈതീഭാവം 2 എന്നുള്ള ഭാവം. ആ 2 എണ്ണത്തിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഒരേ കാര്യത്തിൻ്റെ മറുവശം ആയിരിക്കാം ദ്വൈതീഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത്. സമാശ്രയ രൂപം. പല ആശയങ്ങൾ കിട്ടുമ്പോൾ അതിന് ഏതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത് എന്നുള്ള വിഷയം. ഇങ്ങനെ ഉള്ള 6 എണ്ണത്തെ അറിഞ്ഞിട്ട് എന്നാണ്. എന്നിട്ടോ സപ്തഹിത്വ സുഖീഭവ, 7 എണ്ണത്തിനെ ഉപേക്ഷിച്ചിട്ട് സുഖമായിരിക്കുക. ഏതാണ് 7 എണ്ണം? സപ്തവ്യസനങ്ങൾ. രാജാക്കന്മാർക്ക് 7 തരം വ്യസനങ്ങളുണ്ട്. അത് സ്ത്രീ ബന്ധം, സ്ത്രീകളുമായിട്ടുണ്ടാകുന്ന അവിഹിതമായ ബന്ധങ്ങൾ, ചൂത്, മൃഗയ അതായത് നായാട്ട്, മദ്യം, വാക്പാരുഷ്യം, ദണ്ഡപാരുഷ്യം, അതുപോലെ അർത്ഥദൂഷണം. വാക്പാരുഷ്യം എന്ന് വെച്ചാൽ വാക്കുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകുന്ന അവനവന് തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ദണ്ഡപാരുഷ്യം എന്ന് വെച്ചാൽ യുദ്ധം ചെയ്തിട്ടും ശിക്ഷ നടപ്പാക്കുമ്പോഴും ഉണ്ടാകുന്ന ചില തരത്തിലുള്ള ചില അപാകതകളെ കൊണ്ടും മറ്റും രാജാവിനുണ്ടാകുന്ന വ്യസനങ്ങൾ. പിന്നെ ധനത്തിൻ്റെ വിനിയോഗം തെറ്റായ രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യും സമയത്ത് ഉണ്ടാകുന്ന വ്യസനങ്ങൾ. ഈ 7 എണ്ണത്തെ ഉപേക്ഷിച്ചിട്ട് സുഖമായിരിക്കാം എന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്പർ കൊണ്ടുള്ള, സംഖ്യ കൊണ്ടുള്ള കളി എന്ന് പറഞ്ഞത്. ഇനി 1 എന്ന സംഖ്യ തന്നെ വെച്ച് പറയുന്നു. ഏകം വിഷരസംഹന്തി ശസ്ത്രേണൈകശ്ചവധ്യതേ സരാഷ്ട്രം സപ്രജം ഹന്തി രാജാനം മന്ത്രവിപ്ലവ. 1
വിഷരസം എന്ന് പറയുന്ന വിഷം, അതായത് വിഷം കലർന്ന ഭക്ഷണം ഒരാളെ കൊല്ലാൻ സാധിക്കും. അതുപോലെ ഒരു ആയുധം കൊണ്ട് ഒരാളെ കൊല്ലാൻ സാധിക്കും ഒരു സമയത്ത്. പക്ഷേ രാജാനം മന്ത്രവിപ്ലവം, രാജാവിന് കിട്ടിയ മന്ത്രണം ഉപദേശങ്ങൾ ചോർന്നു പോയാൽ, ആലോചന യോഗങ്ങളിൽ നടന്ന തീരുമാനങ്ങൾ ചോർന്നു പോയാൽ അത് രാഷ്ട്രത്തെയും പ്രജകളെയും അടക്കം രാജാവിനെ അത് കൊല്ലുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചില സമയത്ത് ഒരു വിഷം കൊണ്ട് ഒരാളെ കൊല്ലാം, ഒരു ശസ്ത്രം കൊണ്ട് ഒരാളെ കൊല്ലാം. പക്ഷേ ഈ രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ നടക്കുന്ന മന്ത്രണങ്ങൾ, ആസൂത്രണങ്ങൾ ചോർന്നു പോയാൽ അത് രാജ്യത്തെയും ജനങ്ങളെയും പ്രജകളെയും രാജാവിനെയും ഒക്കെ ഇത് നശിപ്പിക്കുമെന്നാണ്. ഏകസ്വാദു ന ഭുഞ്ജീത ഏകശ്ചാർത്ഥം ന ചിന്തയേത് ഏകോ ന ഗച്ഛേദധ്വാനം നൈകസ്വപ്തേഷു ജാഗ്രിയാത്. സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് ഇരുന്ന് ഏകനായി ഒറ്റയ്ക്ക് ഒരാൾ കഴിക്കരുത്, അത് പങ്കിട്ട് കഴിക്കണം. ഏകശ്ചാർത്ഥം എന്ന ചിന്തയേത്. അതുപോലെ അർത്ഥവിചാരം, ധനസമ്പാദനത്തെക്കുറിച്ചുള്ള കാര്യം രാജാവ് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കരുത്, മന്ത്രിമാരും മറ്റു ഉപദേഷ്ടാക്കളുമായിട്ട് കൂടിയാലോചന ചെയ്യണം. ഏകോന്നത ചെയ്ത് അധ്വാനം, ഒറ്റയ്ക്ക് വഴിയാത്ര ചെയ്യരുത്. ശത്രുക്കൾ ആക്രമിച്ചു എന്ന് വരാം, കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചു എന്ന് വരാം, അപകടങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത്. നൈക സുപ്തേഷു ജാഗ്രിയാത്. എല്ലാവരും ഉറങ്ങുന്നവരുടെ കൂട്ടത്തിൽ താൻ ഒറ്റക്കായി ഉറങ്ങാതെ ഉണർന്നിരിക്കരുത്. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ ഉണർന്നിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ദുഷിച്ച വിചാരങ്ങൾ വരും, മറ്റുള്ളവരെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും മോശം തോന്നും, അങ്ങനെയാകാം. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ആധി പിടിച്ചിരിക്കും, അങ്ങനെയാകാം. എന്താണ് എന്ന് വ്യക്തമല്ല. പല ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് ഒരുപക്ഷെ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഉത്തരം ലഭിച്ചേക്കും. അതുപോലെ ക്ഷമാവാൻ ആയ ഒരാൾക്ക് ഒരു ദോഷവുമില്ല, അവരെല്ലാം നിർദോഷമാണ് എന്ന് നമ്മൾ കരുതും. പക്ഷെ അവർക്ക് ഒരു ദോഷമുണ്ട്. എന്താണ്? അവർ ദുർബലനാണ് എന്ന് അന്യർ ധരിക്കും എന്നുള്ളതാണ് ആ ക്ഷമാവാന് ഉള്ള ഏകമായ ദോഷം. പിന്നെ ഏകോ ധർമ്മ പരം ശ്രേയ ക്ഷമൈക ശാന്തിയുത്തമ വിദ്യൈക പരമാതൃപ്തി അഹിംസൈക സുഖാവഹ. പരമമായ ശ്രേയസ് ഒരേ ഒരു കാര്യമാണ്, അത് ധർമ്മമാണ്. ഏറ്റവും ഉത്തമമായ ശാന്തി എന്ന് പറയുന്നത് എന്താണ്? ക്ഷമയാണ്. ശാന്തി ലഭിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാർഗം. പരമമായ തൃപ്തി എന്താണ്? വിദ്യൈക പരമാതൃപ്തി. സുഖാവഹമായ ഏറ്റവും ശ്രേഷ്ഠമായ സുഖം നൽകുന്ന കാര്യം എന്താണ്? അഹിംസയാണ് സുഖം നൽകുന്ന കാര്യം. ഓരോന്നിനും ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഇനി 2 എന്ന സംഖ്യ കൊണ്ടുള്ള തത്വങ്ങളാണ്. ദ്വാവിമൗ ഗ്രസതേ ഭൂമി സർപ്പോ ബിലശയാനിവ രാജാനം ചാവിരോദ്ധാരം ബ്രാഹ്മണം ചാപ്രവാസിനം. ഈ ഭൂമി 2 തരം ആളുകളെ വിഴുങ്ങുന്നു. എന്നുവെച്ചാൽ അവർക്ക് നാശം ഉണ്ടാകുന്നു, അവർക്ക് നിലനിൽപ്പ് ഉണ്ടാകുന്നില്ല എന്നർത്ഥം. എങ്ങനെയെന്ന് വെച്ചാൽ സർപ്പോ ബിലശയാനിവ, തൻ്റെ മാളത്തിൽ പ്രവേശിക്കുന്ന ജീവികളെ സർപ്പം വിഴുങ്ങുന്നത് പോലെ ഭൂമി 2 തരം ആളുകളെ വിഴുങ്ങും. ഒന്ന് രാജാനം ചാവിരോദ്ധാരം, ശത്രുക്കളെ പ്രതിരോധിക്കാത്ത രാജാവിന് കാലം അവനെ വിഴുങ്ങും, അല്ലെങ്കിൽ ഭൂമി അവനെ വിഴുങ്ങും. ബ്രാഹ്മണം ചാപ്രവാസിനം, ലോകയാത്ര ചെയ്യാത്ത ബ്രാഹ്മണനെയും ഭൂമി വിഴുങ്ങും. എന്ന് വെച്ചാൽ യാത്ര കൊണ്ട് ബ്രാഹ്മണന് അനുഭവജ്ഞാനം വർദ്ധിക്കും. അതുകൊണ്ട് ധാരാളം തീർത്ഥയാത്രകളും ധാരാളം യാത്രകളും ചെയ്യണം ജ്ഞാനിയാകാൻ വേണ്ടി ഒരു ബ്രാഹ്മണൻ എന്നാണ്. ഇതാണ് 2 എന്ന സംഖ്യ കൊണ്ട് പറഞ്ഞ തത്വം. ദ്വാവിമൗ കണ്ടകൗ തീക്ഷ്ണൗ ശരീരപരിശോഷിണൗ യശ്ചാധനക്കാമയതേ യശ്ച ഗോപ്യത്യനീശ്വര. മനോഹരമായ ഒരു ശ്ലോകമാണ്. 2 കാര്യങ്ങളാണ് ഈ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ ശോഷിപ്പിക്കുന്നതായ 2 ഏറ്റവും മൂർച്ചയേറിയ 2 മുള്ളുകൾ. മൂർച്ചയുള്ള 2 മുള്ളുകൾ ശരീരത്തെ ശോഷിപ്പിക്കുന്നു. അവ ഏതാണ്? യശ്ചാധനക്കാമയതേ, ധനമില്ലാത്ത ഒരാൾ ആഗ്രഹം വെച്ച് പുലർത്തുക. അതുപോലെ അനീശ്വര കുപ്യതി, സ്വയം ശക്തിയില്ലാത്തവൻ കോപിക്കുക. ദുർബലനായ ഒരാൾ കോപിക്കുന്നതും ധനമില്ലാത്തവൻ ആഗ്രഹിക്കുന്നതും മുള്ളു കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന വേദന പോലെ നിരന്തരം വേദന അനുഭവിക്കുക എന്നല്ലാതെ അതുകൊണ്ട് പ്രയോജനമില്ല എന്നർത്ഥം. അതുപോലെ 2 ന്യായലബ്ധമായ ധനത്തിന് 2 തരം അതിക്രമണം സംഭവിക്കും. അതായത് ധനത്തെ ദുരുപയോഗം ചെയ്യാൻ 2 തരത്തിൽ. എന്താണ്? പാത്ര ആദാനം അപാത്രദാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യോഗ്യതയുള്ള ആളിന് ദാനം ചെയ്യാതിരിക്കുക, മറ്റൊന്ന് യോഗ്യതയില്ലാത്ത ആളിന് ദാനം ചെയ്യുക. ഇത് 2 കൊണ്ടും ധനത്തിന് അതിക്രമണം, അതായത് ധനത്തിന് നാശമുണ്ടാകുന്നു എന്നർത്ഥം.
ദ്വാവംഭസ് നിവേഷ്ടവ്യോ ഗളേ ബദ്ധ്വാ ദൃഢാം ശിലാം ധനവന്തമദാതാരം ദരിദ്രം ചാതപസ്വിനം. ഈ ശ്ലോകം പഠിച്ചിട്ട് ആരും ഇതുപോലെ പ്രവർത്തിക്കാൻ പാടില്ല. അതിൽ ചെറിയൊരു അപകടമുണ്ട്. എന്താ വെച്ചാൽ അത് അതിശയമായിട്ട് പറയുന്നൊരു കാര്യം നമ്മൾ അതുപോലെ എടുത്ത് പെരുമാറിയാൽ ചിലപ്പോൾ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? രണ്ട് തരം ആളുകളെ കഴുത്തിൽ കല്ല് കെട്ടി വെള്ളത്തിൽ താഴ്ത്തണം എന്നാണ് പറയുന്നത്. അതൊരു അതിശയമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറയാൻ വേണ്ടി പറയുന്നതാണ്. ആരെയാണ്? രണ്ട് തരം ആളുകളെ. ധനവന്തം അദാതാരം, ആർക്കും ഒന്നും കൊടുക്കാത്ത ധനികനെ അങ്ങനെ ചെയ്തുകൊള്ളൂ. ദരിദ്രം ചാതപസ്വിനം, ധനമൊന്നുമില്ലാത്ത ദരിദ്രനായിട്ട് ആള് ഒരു തപസ്സും ചെയ്യുന്നില്ലെങ്കിൽ, അതായത് പരിശ്രമം ചെയ്യുന്നില്ലെങ്കിൽ അവനെയും വെള്ളത്തിൽ കെട്ടി താഴ്ത്തിക്കൊള്ളണം. കല്ല് കെട്ടി താഴ്ത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് ആരും കല്ല് കെട്ടി താഴ്ത്താൻ പോകേണ്ടതില്ല എന്ന് വെച്ചാൽ അവരെ ജീവിക്കാൻ ഇല്ലാത്തവരാണ് എന്നാണ് ഇതിൽ അർത്ഥം എടുക്കേണ്ടത്. നമ്മളതിന് ഒരു വ്യംഗ്യമായ അല്ലെങ്കിൽ ലാക്ഷണികമായ അർത്ഥം എടുത്തുകൊണ്ട് ചില ശ്ലോകങ്ങളിൽ നമ്മൾ വിചാരം ചെയ്യേണ്ടത്. അതിൻ്റെ വാച്യാർത്ഥം എടുക്കരുത് എന്നർത്ഥം. ഇനി 3 എന്ന സംഖ്യ കൊണ്ട് മനുഷ്യർ 3 വിധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഉത്തമൻ, മധ്യമൻ, അധമൻ. 3 തരം ആളുകളുണ്ട്. ഇനി 3 ത്രയ ഏവാധനാരാജൻ ഭാര്യാദാസസ്തഥാ സുത യത്തേ സമധിഗച്ഛന്തി യസ്യതേ തസ്യ തദ്ധനം. 3 തരത്തിലുള്ള ദരിദ്രന്മാർ, ധനമില്ലാത്ത 3 തരം ആളുകളാണ് ഉള്ളത്. ആരാണത്? ഭാര്യ, ഭൃത്യൻ, പിന്നെ മകൻ. ഇങ്ങനെ പറയാൻ കാരണം എന്താ? ഇത് ആലങ്കാരികമായിട്ടാണ് പറയുന്നത്. അവർക്കതിന് യോഗ്യതയില്ല എന്നല്ല, അർഹത ഇല്ല എന്നല്ല പറയുന്നത്. ഈ 3 പേരുടെയും ധനം അവരുടെ സ്വാമി സ്വീകരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം ഭാര്യയ്ക്ക് ധനം ഉണ്ടായാൽ ആ ഭാര്യയുടെ ധനം ആരപഹരിക്കും? ഭർത്താവ് അത് പിടിച്ചു വെക്കും. ഭർത്താവാണ് അത് ചെലവഴിക്കുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നിയന്ത്രണത്തിലാകും. ദാസൻ, ഭൃത്യന്മാർക്ക് ധനമുണ്ടെങ്കിൽ ആ ഭൃത്യൻ്റെ ധനം യജമാനൻ്റെ ധനമായിട്ട് കണക്കാക്കും. യജമാനൻ അത് പിടിച്ചു വെക്കും. പുത്രന്മാർക്ക് ധനം ഉണ്ടായാലും ആ പുത്രൻ്റെ ധനം അവൻ്റെ രക്ഷിതാവായിട്ടുള്ള അച്ഛനമ്മമാരാണ് അത് സംരക്ഷിക്കുക. അത് ആരെയാണോ അവർ ആശ്രയിക്കുന്നത് അവർക്കാണ് ഈ ധനം കൊണ്ട് പ്രയോജനം ഉണ്ടാവുക. അതുകൊണ്ട് ഈ 3 പേരും അധനന്മാരാണ്, നിർധനന്മാരാണ് എന്ന് പറയുന്നു. ഹരണം ച പരസ്വാനാം പരതാരാഭിമർശനം സുഹൃതശ്ച പരിത്യാഗസ്ത്രയോ ദോഷാക്ഷയാവഹാഹ. ഒരാൾക്ക് നാശമുണ്ടാകുന്ന 3 തരം ദോഷങ്ങൾ എന്താണ്? അന്യൻ്റെ സ്വത്ത് അപഹരിക്കുക, അന്യൻ്റെ ഭാര്യയെ കടന്നു പിടിക്കുക, അല്ലെങ്കിൽ ഭാര്യമാരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, പിന്നെ സുഹൃത്തുക്കളെ ഉപേക്ഷിക്കുക. ഈ 3 കാര്യങ്ങളും നാശമുണ്ടാക്കുന്ന ദോഷങ്ങളാണ്. പിന്നെ ഇനി പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകമാണ്. ത്രിവിധം നരകസ്യേതം ദ്വാരം നാശനമാത്മന കാമക്രോധസ്തഥാ ലോഭസ്തസ്മാദേതത്രയം ത്യജേത്. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്ന ശ്ലോകമാണ്. 3 തരത്തിലുള്ള നരക കാരണങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. നരകത്തിലേക്കുള്ള വാതിലുകളാണ്. ഏതാണ്? കാമം, ക്രോധം, ലോഭം. അതുകൊണ്ട് ഈ 3ഉം ഉപേക്ഷിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ 3 എന്ന സംഖ്യ കൊണ്ടുള്ള തത്വങ്ങളെ പറയുകയാണ്. ഇനി ഇതേപോലെ 3 വരപ്രദാനം രാജ്യം ച പുത്രജന്മ ച ഭാരത ശസ്ത്രോശ്ച മോക്ഷണം കൃത്സ്രാത് ത്രീണി ചൈകം ച തത്സമം. മനോഹരമായ ഒരു തത്വമാണ് പറഞ്ഞത്. വരം നേടുക, രാജ്യം നേടുക, പുത്രജന്മം, പുത്രനെ നേടുക. ഈ 3 കാര്യങ്ങളും നമുക്ക് നല്ല സന്തോഷമുണ്ടാക്കുന്ന വിജയങ്ങളാണ്. പക്ഷേ ശത്രുക്കളെ ദുഃഖത്തിൽ, വലിയ സങ്കടത്തിൽ നിന്നും ഒരു ശത്രുവിനെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് ഈ 3 ലാഭങ്ങൾക്കും തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വരലാഭം, രാജ്യലാഭം, പുത്രലാഭം ഈ 3നെയും കവച്ചു വയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ സമമായിട്ടുള്ളതാണ് ശത്രുവിനെ ദുഃഖത്തിൽ നിന്നും കരകയറ്റുക എന്നുള്ളത്. അതായത് ഒരു രാജാവിൻ്റെ ധർമ്മമാണത് എന്നർത്ഥം. ഇനി 4 എന്ന സംഖ്യ കൊണ്ടുള്ള ഒരു കളിയാണ്. എന്താണ്? ചത്വാരി രാജാതു മഹാബലേന വർജ്യാനാഹു പണ്ഡിതസ്ഥാനി വിദ്യാൽ അല്പപ്രജ്ഞീ സഹമന്ത്രം ന കുര്യാത് ന ദീർഘസൂത്രൈരഭസൈശ്ചാരണൈശ്ച. രാജാവ് 4 തരം ആളുകളിൽ നിന്നും മന്ത്രണം, അതായത് ഉപദേശങ്ങൾ സ്വീകരിക്കരുത്. 4 എന്ന സംഖ്യക്കാണ് ഇവിടെ പ്രാധാന്യം. ഏതാണ് 4 ആളുകൾ? 1, അല്പപ്രജ്ഞ, അല്പബുദ്ധികളായ ആളുകളുമായി മന്ത്രണം പാടില്ല. അവർ തെറ്റായ ഉപദേശം നൽകും. ദീർഘസൂത്രം ചെയ്യുന്നവർ, ദീർഘസൂത്രി എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ വെച്ചു താമസിപ്പിക്കുന്ന ആളുകൾ, അനാവശ്യമായി കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്ന ആളുകളുമായിട്ട് ആസൂത്രണം ചെയ്യാൻ പാടില്ല. പിന്നെ രഭസന്മാർ, എടുത്തു ചാടി സാഹസം ചെയ്യുന്ന ആളുകളുമായി കൂടിയാലോചന പാടില്ല. പിന്നെ
ചാരണന്മാർ, സ്തുതിപാഠകന്മാരായ ആളുകളോട് കൂടിയാലോചന പാടില്ല. ഇവരൊക്കെ തന്നെ രാജാവിനെ ഉപദേശിച്ച് വഴിതെറ്റിക്കുന്ന ആളുകളാണ് എന്നർത്ഥം. 4 പേരാണ് ഒരു ധനികനായ ഒരാളിൻ്റെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. എന്തൊക്കെയാണ്? വൃദ്ധന്മാർ വേണം. വൃദ്ധന്മാരെ സംരക്ഷിക്കണം, ധനമുണ്ടെങ്കിൽ എന്നർത്ഥം. നിർധനനായ ബന്ധുവിനെ കൂടെ നിർത്തണം. സദാ ദരിദ്രനായ ഒരാളെ കൂടെ നിർത്തണം. ഭഗിനി ചാനപത്യ, സന്താനങ്ങളില്ലാത്ത തൻ്റെ സഹോദരിയെയും തൻ്റെ കൂടെ സംരക്ഷിക്കണം. അവർ അനാഥരായി പോകാൻ പാടില്ല എന്നർത്ഥം. ഇങ്ങനെ 4 പേരെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ കൂടെ നിർത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ദ്രന് ബൃഹസ്പതി 4 കാര്യങ്ങൾ ഉപദേശിച്ചു. ശീഘ്രമായി ഫലം നൽകുന്ന കർമ്മങ്ങളാണ്. പെട്ടെന്ന് ഫലം നൽകുന്ന, ദുഷ്കർമ്മമായാലും സൽക്കർമ്മമായാലും പെട്ടെന്ന് ഫലം നൽകുന്ന 4 കർമ്മങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്താണ്? ദേവതാനാം ച സങ്കല്പം അനുഭാവം ച ധീമതാം വിനയം കൃതവിദ്യാനം വിനാശം പാപകർമ്മണാം. ദേവന്മാരുടെ സങ്കല്പം, ദേവന്മാർ ഒന്ന് സങ്കല്പിച്ചാൽ അത് പെട്ടെന്ന് അതിന് ഫലമുണ്ടാകും. അനുഭാവം ച ധീമതാം, ബുദ്ധിമാന്മാരുമായിട്ടുള്ള അനുഭാവം, അത് പെട്ടെന്ന് ഫലം നൽകുന്നതാണ്. പിന്നെ വിദ്യാഭ്യാസം നേടിയവൻ്റെ വിനയം പെട്ടെന്ന് ഫലം ചെയ്യുന്നതാണ്. വിദ്യ മാത്രം കൊണ്ട് ഫലമില്ല, വിദ്യയോടുകൂടി വിനയം കൂടി നേടണം. പാപകർമ്മം ചെയ്യുന്ന ആളിൻ്റെ വിനാശവും അവശ്യം ഭാവിയാണ്, പെട്ടെന്നുണ്ടാകും. 5 അഗ്നികൾ മനുഷ്യർക്കു യത്നാൽ സേവിച്ചിടേണ്ടവർ. ഇന്ന് 5 എന്ന സംഖ്യയെക്കുറിച്ചാണ് കുഞ്ഞുകുട്ടൻ നമ്പുരാൻ്റെ തർജ്ജമയാണ് ഞാൻ വായിക്കുന്നത്. 5 അഗ്നികൾ മനുഷ്യർക്കു യത്നാൽ സേവിച്ചിടേണ്ടവർ. അച്ഛൻ, അമ്മ, മുറക്ക് അഗ്നി, ആത്മാവ്, ഗുരുഭാരത. 5 അഗ്നികളാണ് മനുഷ്യന്മാർ സേവിക്കേണ്ട അഗ്നികൾ. എന്തൊക്കെയാണ് 5 അഗ്നികൾ? അച്ഛൻ, അമ്മ, സാധാരണ അഗ്നി, അതിൽ ഹോമം ചെയ്യുക എന്നുള്ളത്. പിന്നെ ആത്മാവ്, ആത്മാജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ആത്മാവിനോട് ചെയ്യുന്ന ഹവനം. പിന്നെ ഗുരു. ഈ 5 അഗ്നികളെ, അഗ്നി ഉപാസന ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ 5 അഗ്നികളെ ഒരുമിച്ച് നമ്മൾ ഉപാസിക്കേണ്ടതാണ് എന്നർത്ഥം. ഇവരെ പൂജ ചെയ്തിടിൽ കേവലം പുകൾ നേടിടും പിതൃദേവ മനുഷ്യന്മാർ ഭിക്ഷു പാന്ധരും 5 പേർ. 5 പേരെ പൂജിച്ചാൽ നമുക്ക് കീർത്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിതൃക്കൾ, ദേവന്മാർ, മനുഷ്യന്മാർ, ഭിക്ഷുക്കൾ, പിന്നെ വഴിപോക്കന്മാർ, ഇവരെ ഒക്കെ നമ്മൾ പൂജിക്കണം, അവരെ നമ്മൾ സൽക്കരിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഇനി 6 എന്ന സംഖ്യ കൊണ്ട് എന്താണ് പറയുന്നത് നോക്കാം. ഷഡ്ദോഷ പുരുഷേണേഹ ഹാതവ്യാ ഭൂതിമിച്ഛത നിദ്ര തന്ത്ര ഭയം ക്രോധ ആലസ്യം ദീർഘസൂത്രത. 6 ദോഷങ്ങളാണ് ഒരു ഐശ്വര്യം ആഗ്രഹിക്കുന്ന പുരുഷൻ ഒഴിവാക്കേണ്ടത്. ഏതൊക്കെയാണ്? നിദ്ര, തന്ത്ര എന്ന് വെച്ചാൽ തന്ത്ര എന്ന് വെച്ചാൽ ഈ മടി, തന്ത്ര എന്ന് വെച്ചാൽ ഉറക്ക ചടവോട് കൂടിയിട്ടുള്ള ക്ഷീണം, ഭയം, ക്രോധം, ആലസ്യം, ദീർഘസൂത്രത, അതായത് വെച്ചു താമസിപ്പിക്കുക, തുടങ്ങിയ കാര്യം പൂർത്തിയാക്കാതിരിക്കുക. ഈ 6 കാര്യങ്ങൾ ഐശ്വര്യം ആഗ്രഹിക്കുന്ന ഒരു പുരുഷനെ ഉപേക്ഷിക്കേണ്ടതാണ്. ഷഡിമൻ പുരുഷോ ജഹ്യാത് ഭിന്നം നാവമിവാർണവേ അവക്താരമാചാര്യം അനധീയാനമൃത്യുജം അരക്ഷിതാരം രാജാനം ഭാര്യം ചാപ്രിയവാദിനീം ഗ്രാമകാമം ച ഗോപാലം വനകാമം ച നാപിതം. ഒരു പുരുഷൻ 6 കാര്യങ്ങളെ ഉപേക്ഷിക്കണം. എങ്ങനെ? ഭിന്നം നാവം ഇവാർണവേ. പൊട്ടിപ്പോയ, തകർന്നുപോയ തോണി സമുദ്രത്തിൽ ഉപേക്ഷിച്ച് പിന്നെ അത് യാത്ര ചെയ്യാൻ പറ്റില്ല, അതിൽ വെള്ളം കയറും. അതുകൊണ്ട് ആ വെള്ളം സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന തോണി തകർന്നു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ച് എങ്ങനെയെങ്കിലും നീന്തി രക്ഷപ്പെടണമല്ലോ. അങ്ങനെ ഉപേക്ഷിക്കേണ്ടതാണ്. ഈ 6 തരം ആളുകളെയാണ് ഉപേക്ഷിക്കേണ്ടത്. എന്താണ്? അപ്രവക്താരം ആചാര്യം, ഒരു ഉപദേശവും നൽകാത്ത, ഒരു പ്രഭാഷണവും ചെയ്യാത്ത ആചാര്യനെ ഉപേക്ഷിക്കുക. അനധീയാനം ഋത്തുജം, ഒരു തരത്തിലും ഒരു മന്ത്രജപവും ചെയ്യാത്ത ഋത്തിക്കുകളെ ഉപേക്ഷിച്ച് കളയുക. ദക്ഷിണ വാങ്ങാൻ മാത്രമായിട്ട് ഒരു പുരോഹിതൻ ആവശ്യമില്ല. അരക്ഷിതാരം രാജാനം, പ്രജകളെ രക്ഷിക്കാത്ത രാജാവിനെ ഉപേക്ഷിച്ചു കൊള്ളുക. അപ്രിയവാദിനിയും ഭാര്യാം, പ്രിയമായ വാക്ക് പറയാത്ത ഭാര്യയെയും ഉപേക്ഷിച്ചു കൊള്ളുക. ഇത് കേട്ട ഉടനെ ആരും തന്നെ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല. അത് ഭാര്യയുടെ ധർമ്മമാണ് അത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. രാജാവിൻ്റെ ധർമ്മം, പ്രഥമ ധർമ്മം എന്താണ്? പ്രജകളെ രക്ഷിക്കലാണ്. ആചാര്യൻ്റെ പ്രഥമമായ ധർമ്മം എന്താണ്? പ്രവചനം ചെയ്യലാണ്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഗ്രാമകാമം ച ഗോപാലം, ഗ്രാമത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പശുക്കളെ മേയ്ക്കുന്ന ഗോപാലൻ എന്നുവെച്ചാൽ ഗോപാലൻ, അതായത് പശുക്കളെ മേയ്ക്കുന്ന ഇടയന്മാർ വ്രജഭൂമിയിലാണ്, പുൽമേടുകളുള്ള വ്രജഭൂമിയിലാണ് അവർ വസിക്കേണ്ടത്. അവർ ഗ്രാമത്തിൽ ചെന്ന്
പുരം, ഗ്രാമം, വ്രജം മൂന്ന് വിഭാഗങ്ങളാണ്. അപ്പോൾ ഗ്രാമത്തിൽ വസിക്കേണ്ടവൻ ഗ്രാമത്തിൽ വസിക്കുക, പട്ടണത്തിൽ വസിക്കേണ്ടവൻ പട്ടണത്തിൽ വസിക്കുക, വ്രജത്തിൽ കഴിയേണ്ടവൻ വ്രജത്തിൽ തന്നെ കഴിയണം. അത് മാറാൻ പാടില്ല എന്നർത്ഥം. വനകാമം ച നാപിതം. നാപിതൻ എന്ന് വെച്ചാൽ ക്ഷുരകനാണ്. ഈ ക്ഷൗരം ചെയ്യുന്ന ആളുകൾ കാട്ടിൽ ചെന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ പിന്നെ അവനെ നമ്മൾ ക്ഷൗരം ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അവൻ ശരിയായ രീതിയിൽ ചെയ്യില്ല എന്നർത്ഥം. ഇങ്ങനെ 6 കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ ഉപേക്ഷിക്കണം. ഷഡിമേ ഷട്സു ജീവന്തി സപ്തമോനോപലഭ്യത്തെ ചൗരാ പ്രമത്തേ ജീവന്തി വ്യാധിതേഷു ചികിത്സകാഃ പ്രമദാഃ കാമയാനേഷു യജമാനേഷു യാജകാഃ രാജാ വിവദമാനേഷു നിത്യം മൂർഖേഷു പണ്ഡിതാഃ. 6 കാര്യങ്ങൾ 6 തത്വങ്ങളിലാണ് ജീവിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനോഹരമായ ഒരു പദ്യമാണിത്. 7ാമതായിട്ടൊന്നില്ല എന്നും പറഞ്ഞിരിക്കുന്നു. എന്താണ്? ചൗരാഹ പ്രപത്തേ ജീവന്തി. കള്ളന്മാർ ഈ അശ്രദ്ധയുള്ളവരെ കൊണ്ടാണ് ജീവിക്കുന്നത്. വാതിലടക്കാൻ മറന്നു പോവുക, താക്കോൽ എവിടെയും വെച്ച് മറന്നു പോവുക, വേണ്ട രീതിയിൽ സംരക്ഷിക്കാതിരിക്കുക, ഇങ്ങനെ അശ്രദ്ധ കാണിക്കുന്ന ആളുകളെ വെച്ചാണ് കള്ളന്മാർ ജീവിക്കുന്നത്. വ്യാധിതേഷു ചികിത്സകന്മാർ, വൈദ്യന്മാർ, ഡോക്ടർമാർ ജീവിച്ചു പോകുന്നത് എങ്ങനെയാണ്? രോഗികളെ വെച്ചാണ് ജീവിക്കുന്നത്. രോഗികൾ കൂടുതൽ ഉണ്ടാകാനാണ് അവർ ആഗ്രഹിക്കുക എന്ന് കൂടി അതിനൊരു വ്യംഗ്യാർത്ഥമുണ്ട്. പ്രമദാഹ കാമയാനേഷു. കാമിനികളായ സ്ത്രീകൾ ആരെ വെച്ചാണ് ജീവിക്കുന്നത്? കാമുകന്മാരായ പുരുഷന്മാരെ വെച്ചാണ് ജീവിക്കുന്നത്. യാചകന്മാർ, യാഗം ചെയ്യുന്ന പുരോഹിതന്മാർ ആരെ വെച്ചാണ് ജീവിക്കുന്നത്? യാഗം ചെയ്യുന്ന യജമാനന്മാരെ വെച്ചാണ് ജീവിക്കുന്നത്. രാജാവ് ആരെ വെച്ചാണ് ജീവിക്കുന്നത്? പരസ്പരം കലഹിക്കുന്ന ജനങ്ങളെ വെച്ചാണ് രാജാവ് ജീവിക്കുന്നത്. ജനങ്ങൾ തമ്മിൽ കലഹമില്ലെങ്കിൽ പിന്നെ രാജാവിൻ്റെ ആവശ്യമില്ല. നിത്യ മൂർഖേഷു പണ്ഡിതാഹ. പണ്ഡിതന്മാർ ആരെ വെച്ചാണ് ജീവിക്കുന്നത്? മഹാവിഡ്ഢികളെ വെച്ചാണ് ജീവിക്കുന്നത്. വിഡ്ഢികൾ മാത്രമേ അവരുടെ ഈ പണ്ഡിതന്മാരുടെ വാക്ക് കേൾക്കാൻ ഉണ്ടാവുകയുള്ളൂ. മറ്റു പണ്ഡിതന്മാർക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ 6 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇനി 7 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സപ്തവ്യസനങ്ങളാണ്. നേരത്തെ പറഞ്ഞതാണ്. സ്ത്രീകൾ, ചൂതുകളി, മൃഗയ, മദ്യം, വാക്പാരുഷ്യം, ദണ്ഡമാരുഷ്യം, അർത്ഥദൂഷണം. അതുപോലെ 8 ഹർഷ സ്ഥാനങ്ങൾ. നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന 8 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതായത് സുഹൃത്തുക്കളുമായുള്ള സമാഗമം, വലിയ ധനലാഭം, അതുപോലെ പുത്രന്മാരെ ആലിംഗനം ചെയ്യുന്നത്, മൈഥുനധർമ്മത്തിൽ ഏർപ്പെടുന്നത്, ലൈംഗിക ബന്ധം, പിന്നെ നല്ല സമയത്ത് നല്ല വാക്കുകൾ കേൾക്കുക, പറയുക, പിന്നെ സ്വന്തം ആളുകൾക്ക് ഔന്നത്യമുണ്ടാവുക, പിന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുക, ജനങ്ങളുടെ സഭയിൽ ആദരവ് നേടുക. ഈ 8 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 9 എന്ന സംഖ്യ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് 9 ദ്വാരങ്ങൾ, നവദ്വാരങ്ങൾ. ശരീരത്തെ കണ്ണ്, മൂക്കിൻ്റെ ദ്വാരങ്ങൾ, വായ, ചെവി മുതലായ 9 ദ്വാരങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ. അപ്പോൾ 9 ദ്വാരങ്ങളുള്ള ഒരു ഗൃഹം, അതിന് 3 തൂണുകൾ, 5 ജനലുകൾ ഉള്ള ഒരു താമസക്കാരൻ്റെ താമസ സ്ഥലത്തെ മനസ്സിലാക്കിയാൽ ജ്ഞാനിയായി തീരുമെന്നാണ്. അതായത് 9 നവദ്വാരങ്ങളോട് കൂടിയിരിക്കുന്ന 3 ഗുണങ്ങളാകുന്ന തൂണുകളും 5 ഇന്ദ്രിയങ്ങളാകുന്ന ജനലുകളോടും കൂടിയ ആത്മാവിൻ്റെ വാസസ്ഥാനമായ മനുഷ്യ ശരീരത്തെയും മനുഷ്യനെയും ആത്മാവിനെയും അറിഞ്ഞവൻ ജ്ഞാനിയായിത്തീരും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 10 എന്ന സംഖ്യ കൊണ്ട് പറയുന്ന ദശധർമ്മം ന ജാനന്തി ധൃതരാഷ്ട്ര നിബോധതാൻ. 10 പേരാണ് ധർമ്മത്തെ അറിയാതിരിക്കുന്നത്. ആരാണ്? മത്തഃ പ്രമത്തഃ ഉന്മത്തഃ ശ്രാന്തഃ ക്രുദ്ധോ ബുഭുക്ഷിതഃ തുരമാണശ്ച ലുബ്ധശ്ച ഭീതകാമീ ച തേ ദശ. മതമുള്ളവൻ, അഹങ്കാരിയായ അല്ലെങ്കിൽ മദ്യം കഴിച്ചവൻ അല്ലെങ്കിൽ മതമുള്ളവൻ. പ്രമത്തഃ, അതായത് അശ്രദ്ധയോടുകൂടി ഇരിക്കുന്നവൻ. ഉന്മാദം പിടിപെട്ടവൻ, ക്ഷീണം പിടിച്ചവൻ, ക്രോധം വന്നവൻ, വിശപ്പ് വന്നവൻ. ത്വരമാണഃ, എടുത്തുചാട്ടക്കാരൻ, പെട്ടെന്ന് ആലോചിക്കാതെ കാര്യം ചെയ്യുന്നവൻ. ലുബ്ധൻ, ലോഭമുള്ളവൻ. ഭീതൻ, ഭയമുള്ളവൻ. കാമി, കാമമുള്ളവൻ. ഈ 10 പേരും ധർമ്മത്തെ മറന്ന് പെരുമാറുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ടതും ചെയ്യേണ്ടതും ആലോചിക്കേണ്ടതും ഒരു രാജാവ് അവശ്യം ചിന്തിക്കേണ്ടതുമായ തത്വങ്ങളെയാണ് വിതുരർ ഇവിടെ പറയുന്നത്. തുടർന്ന് എന്താണ് വിതുരർ പറയുന്നതെന്ന് നമുക്ക് അടുത്ത അധ്യായങ്ങളിലേക്ക് അല്ലെങ്കിൽ കഥാഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം.